ദൈവം ആരാകുന്നു? ഒരനുസ്മരണം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 25-ാം തിരുവചനം. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല. ഇവിടെ അറിഞ്ഞിട്ടില്ല എന്ന പദപ്രയോഗത്തെ അല്പം ആഴത്തിൽ വിശകലന വിധേയമാക്കാം. 3 തരം അറിവുകളാണുള്ളത്. 1 തെറ്റായ അറിവ്, 2 ഭാഗികമായ അറിവ്, 3 ശരിയായ അറിവ്. കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 8 വാക്യം 2. അറിവുണ്ട് എന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തം. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവനല്ല അറിവുള്ളവൻ, മറിച്ച് അറിയേണ്ടത് അറിയുന്നവനാണ് അറിവുള്ളവൻ. ഇനി അറിയേണ്ടത് എന്താണെന്നും തിരുവചനം വ്യക്തമായി പറയുന്നു. സുഭാഷിതങ്ങൾ 9:10. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അതെ, സൃഷ്ടാവിനെ അഥവാ ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. എങ്കിൽ ആ സൃഷ്ടാവിനെക്കുറിച്ചുള്ള തെറ്റായ അറിവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായ അറിവ് എന്നതിൽ സംശയമില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 25 വാക്യങ്ങൾ 14 മുതൽ 30 വരെ ഒരു യജമാനനെയും 3 ദാസന്മാരെയും നാം അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ 1 താലന്ത് കിട്ടി അത് കുഴിച്ചിട്ട് കണക്കേൽപ്പിക്കാൻ ചെന്ന 3-ാമത്തെ ഭൃത്യന് തൻ്റെ യജമാനനെക്കുറിച്ചുണ്ടായിരുന്നത് തികച്ചും തെറ്റായ അറിവായിരുന്നു. അയാൾ പറയുകയാണ്, നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുന്നവനാണ്, വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനാണ്, വയ്ക്കാത്തത് എടുക്കുന്നവനാണ്, കഠിനഹൃദയനാണ്, കർക്കശക്കാരനാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ മനസ്സിലാക്കി, അതിനാൽ എനിക്ക് നിന്നെ ഭയമായിരുന്നുവെന്ന്. ഈ ഉപമയിലെ യജമാനൻ ദുഷ്ടനും മടിയനുമായിരുന്ന ആ ഭൃത്യൻ തെറ്റായി മനസ്സിലാക്കിയിരുന്നത് പോലെ ആയിരുന്നില്ല, മറിച്ച് തികച്ചും വ്യത്യസ്തനും പരിപൂർണ നീതിമാനുമായിരുന്നു. ഇത് നമുക്കറിയാം. കൂടാതെ ഈ ദാസൻ ദുഷ്ടനും മടിയനുമായത് തൻ്റെ യജമാനനെക്കുറിച്ച് അയാൾ തെറ്റായി മനസ്സിലാക്കിയിരുന്നതിനാലായിരുന്നു. മാത്രമല്ല, തെറ്റായ അറിവിൽ നിന്നുകൂടിയാണല്ലോ അനുചിതമായ ഭയം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് അയാൾ വീണ്ടും പറയുകയാണ്, മത്തായി 25:25, ഞാൻ ഭയപ്പെട്ട് നിന്റെ നാണയം മണ്ണിൽ മറച്ചു വെച്ചുവെന്ന്. ഇന്നും ദൈവത്തെക്കുറിച്ച് അനേകർ തെറ്റായ അറിവുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് പലരും ദൈവത്തെ പേടിച്ച് ആദത്തെ പോലെ ഓടി ഒളിക്കുന്നത്. ഇവിടെ ദൈവഭയം എന്ന പരിശുദ്ധാത്മ ദാനത്തെ അല്ല ഉദ്ദേശിച്ചത്, പിന്നെയോ പേടി എന്ന നിഷേധാത്മക വികാരത്തെയാണ്. തെറ്റായ അറിവുകൾ നിഷേധാത്മകമായ പേടി ജനിപ്പിക്കും, സമാധാനവും കെടുത്തും. നാം സാധാരണ പറയാറുണ്ട്, അറിഞ്ഞപ്പോൾ സമാധാനമായി എന്ന്. അതെ, അറിയുമ്പോഴാണ്, ശരിയായി അറിയുമ്പോഴാണ്, ശരിയായവനെ അറിയുമ്പോഴാണ് സമാധാനം കൈവരുന്നത്. ശരിയായി അറിയുന്നതുവരെ ആകട്ടെ, ശരിയായവനെ അറിയുന്നതുവരെ ആകട്ടെ സമാധാനക്കേടും. അറിവുണ്ട് എന്ന് ഭാവിക്കുന്നവരെക്കാൾ ഭേദമാണ് കാളയും കഴുതയും പോലും. യെശയ്യാ 1:3 പറയുന്നു, കാള അതിൻ്റെ യജമാനനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും. എന്നാൽ അറിയേണ്ടത് അറിയാത്ത, അറിവുണ്ടെന്ന് അഹങ്കരിക്കുന്നവരെ നോക്കി തിരുവചനം പറയുന്നു, നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ 8:55. അതുകൊണ്ട് ഈ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദൈവത്തെക്കുറിച്ചൊരു തെറ്റായ അറിവ് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർവീര്യമാകുവാനും മാഞ്ഞു പോകുവാനും ശരിയായ ബോധ്യങ്ങൾ വന്ന് നിറയുവാനും പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു കാസറ്റിന്റെ മുകളിലേക്ക് വീണ്ടും മറ്റൊരു പാട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടാൽ ആദ്യത്തേത് മാഞ്ഞു പോവുകയും പുതിയത് ആലേഖനം ചെയ്യപ്പെടുകയുമാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിൽ പതിഞ്ഞു കിടക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചില തെറ്റായ കാഴ്ചപ്പാടുകളെ ഈ തിരുമണിക്കൂറിൽ ദൈവവചന ശ്രവണം വഴി അരൂപി മായ്ച്ചു കളഞ്ഞ് പുതിയവ ആലേഖനം ചെയ്യപ്പെടട്ടെ. ഈശോ പറഞ്ഞു, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ബോധ്യപ്പെടുത്തും, അനുസ്മരിപ്പിക്കുമെന്ന്. യോഹന്നാൻ 16:11-26. പരിശുദ്ധാരൂപിയെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും അറിവുകളെ തിരിച്ചറിവുകളാക്കി മാറ്റട്ടെ, കാഴ്ചകളെ ഉൾക്കാഴ്ചകളാക്കട്ടെ. ഇനി എന്താണ് ഭാഗികമായ അറിവ്? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1:1 നാം വായിക്കുന്നു, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്ന്. യെശയ്യാ 66:1 ആകാശവും ഭൂമിയും എൻ്റെ കരവേലയാണെന്ന് വെളിപ്പെടുത്തുക വഴി അവൻ സൃഷ്ടാവാണെന്നും ജെറമിയ 32:27 ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലാത്തവനാണ് എന്ന് വെളിപ്പെടുത്തുക വഴി താൻ സർവശക്തനാണെന്നും ജെറമിയ 23:24 സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ എന്ന് വെളിപ്പെടുത്തുക വഴി അവൻ സർവ്വവ്യാപിയാണെന്നും പ്രവാചകന്മാർ വഴി അവൻ നമ്മളോട് സംസാരിച്ചു. എന്നാൽ ഈ വെളിപ്പെടുത്തലുകളെല്ലാം ഒരേ സമയം ശരിയും അതേസമയം ഭാഗികവുമായിരുന്നു. കാലിൽ പിടിച്ച് ആന തൂണാണെന്ന് പറഞ്ഞതുപോലെ വാലിൽ പിടിച്ച് ആന ചൂലാണെന്നും ചെവിയിൽ പിടിച്ച് ആന മുറമാണെന്നും പറഞ്ഞതുപോലെ പറഞ്ഞതെല്ലാം ശരിയാണ്, എന്നാൽ അവയെല്ലാം ഭാഗികമാണ്. പൂർണ്ണമായ ആന ഇവയെല്ലാത്തിനോടുമൊപ്പം മറ്റെന്തൊക്കെയോ ചേരുന്നത് കൂടിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങളും ഭാഗികമാണോ
എന്ന് നമുക്ക് പരിശോധിക്കാം. തിരുവചനം പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന്. നമ്മുടെ പരിമിതമായ അറിവ് നൽകുന്ന അഹന്ത പരിശുദ്ധാത്മ സന്നിധിയിൽ ഇറക്കി വെച്ച് അരൂപി തരുന്ന അപരിമേയമായ അറിവിലേക്ക് വളരാൻ നമുക്ക് എളുപ്പപ്പെടാം. ഇനി മൂന്നാമത്തെ അറിവാണ് ശരിയായ അറിവ്. യോഹന്നാൻ 17:27 നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. പിതാവിനെ അഥവാ ദൈവത്തെ പൂർണ്ണമായും അറിഞ്ഞിരിക്കുന്നവൻ പുത്രനാണ്, അവൻ മാത്രമാണ്. യോഹന്നാൻ 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയതെന്ന്. ഇനിയും ലൂക്ക 10:22 പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല, പിതാവാരെന്ന് പുത്രനും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. പത്രോസിനെ പോലെ നമുക്കും വിളിച്ചു പറയാം, കർത്താവേ, നീ എല്ലാം അറിയുന്നു. 1 യോഹന്നാൻ 2:27 അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും.